പക്ഷെ അവരൊരു വനിത എന്നുള്ള മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഒരു വനിതയെ അത്തരത്തിൽ ദീർഘനേരം തടഞ്ഞു വെക്കുന്നത് ഔചിത്യമല്ല എന്നതുകൊണ്ടും ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും നേതാക്കൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുനിസിപ്പൽ ചെയർപേഴ്സണുമായും മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിക്കൊണ്ടും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് കൗൺസിലർമാരുമായിക്കൊണ്ടും ചെയർപേഴ്സൻ്റെ ക്യാബിനിൽ വെച്ചുകൊണ്ട് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളൊക്കെ കുറേയധികം നേരം സംസാരിച്ചു. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെയോ ചില നേതാക്കന്മാരുടെ ലീഗിനകത്തുള്ള മുസ്ലിം ലീഗിനകത്തുള്ള ഏതൊക്കെയോ ചില നേതാക്കന്മാരുടെ പിടിവാശിക്ക് മുമ്പിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കം വരുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. ഇതിനെതിരായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഇനി ദിവസങ്ങൾ മാത്രമാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ഡിക്ലറേഷൻ പ്രഖ്യാപനം വരാൻ പോകുന്നത്. അതിനു മുമ്പായിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർ അധികാരത്തിലിരിക്കുന്ന വാർഡിനകത്ത് ഈ ഹെൽത്ത് സെൻ്റർ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാരുടെ പിടിവാശിക്ക് മുമ്പിൽ ഇവർ മുട്ടുമടക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരായിക്കൊണ്ട് തിരൂരിലെ ജനതയ്ക്ക് മുമ്പിൽ തിരൂരിലെ ജനങ്ങളോട് ഞങ്ങളിത് പറയാനും സമ്മതിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ രാത്രി മുതൽ ഈ ചർച്ച മുനിസിപ്പൽ ചെയർപേഴ്സണുമായിക്കൊണ്ടും വൈസ് ചെയർമാനുമായിക്കൊണ്ടുള്ള ചർച്ച പരാജയപ്പെട്ട ഈ നിമിഷം മുതൽ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാർ ഗിരീഷ് അടക്കം വരുന്ന മറ്റ് കൗൺസിലർമാരും CPM-ൻ്റെ നേതാക്കന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചു കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം മുതൽ ഇതിലൂടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് തിരൂരിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ നേരായ പാതയിൽ ശരിയായിട്ടുള്ള ഒരു വസ്തുതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഈ സമരം ഇത് വിജയം വരുന്നത് വരെ ഞങ്ങൾ ഈ സമരത്തിലുണ്ടായിരിക്കും. അല്ല എങ്കിൽ നമുക്ക് വരുന്ന രൂപത്തിൽ കാണാമെന്നാണ് ഇതോട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്.